കോഴിക്കോട്ടങ്ങാടിന്ന്. അയ്യോ എന്താണ് നീ കാണിച്ചേ? സോറി ചേച്ചി, ഞങ്ങൾ മാങ്ങ കയറുന്നതാ. മാങ്ങ കയറിഞ്ഞതോ? എടാ 400 ഉറുപ്പ്യന്റെ ഉഗാണ്ടൻ ചെമ്പരത്തിയ നീയൊക്കെ കൂടെ നശിപ്പിച്ചത്. നിങ്ങൾ വലിയ ചൂടാകൊന്നും വേണ്ട, ഞങ്ങൾക്ക് എന്തായാലും മാവിനറിയണം. നിങ്ങൾ ഒന്നിക്കെ മാവ് മാറ്റിയേക്ക, അല്ലെങ്കിൽ പൊര മാറ്റിയേക്ക. നീ ആള് കൊള്ളാലോ. നീയൊക്കെ വീട്ടിൽ പോയി എറിയടാ. വീട്ടില് മാവിലല്ലേ എങ്ങോട്ട് വരുന്നത് എറിയേ? ആഹാ, എല്ലാത്തിനെയും കൂടെ അഴിച്ചു വിട്ടിരിക്കുക വെക്കേഷൻ ആയിട്ട്. പോയി അപ്പുറത്തെങ്ങാനും പോയി കളിക്കടാ. എന്താ സീമേജ് രാവിലെ തന്നെ ഭയങ്കര പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഇത് നോക്ക് പപ്പ പിള്ളേ, എന്റെ 400 രൂപയുടെ ഉഗാണ്ടൻ ചെമ്പരത്തിയ ഇതിട്ടിങ്ങളെല്ലാം കൂടെ ചേർന്ന് നശിപ്പിച്ച് കളഞ്ഞത്. ഇവർക്കൊക്കെ ഇവിടെ കളിക്കാൻ കണ്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങെങ്ങാനും പോയി കളിച്ചൂടെ? നിന്റെയൊക്കെ മുട്ടുകാര് തല്ലി ഓടിക്കാൻ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. നിങ്ങളൊന്ന് നിർത്തുവോ? നിങ്ങൾ ചെറിയ കുട്ടികളോട് പറയുന്നത്? ഇവരൊക്കെ ഇപ്പൊ കളിച്ച് നടക്കേണ്ട പ്രായല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കുവോ പിള്ളേ? നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും പോയി കളിച്ചോളി. എല്ലാം കൂടെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. എന്താന്ന് സീമേജ് നിങ്ങൾ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കുട്ടികളോ? ഇതൊക്കെ കുട്ടിച്ചാത്തന്മാരാ, കുട്ടിച്ചാത്തന്മാര്. നിനക്ക് അറിയില്ല. നിങ്ങൾ എന്താ പറയുന്നത്? അവരോടൊക്കെ നമ്മൾ നയതന്ത്രപരമായിട്ട് ഇടപെടണം. നയതന്ത്രപരോ? ഇതിന്റെയൊക്കെ മുട്ടുകാല് തല്ലിയൊടിക്കാൻ വേണ്ടത്. നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഈ കോഴിക്കോട്ടങ്ങാടിന്ന് ചിലപ്പോ ഒരുപക്ഷെ നാളത്തെ IM വിജയനായിരിക്കും നമുക്കുണ്ടാവുക. IM വിജയനെ കണ്ടോരെ ചെടിച്ചട്ടി എറിഞ്ഞു പൊട്ടിച്ചിട്ടല്ല ലോകം അറിയപ്പെടുന്ന ആളായത്. ഫുട്ബോൾ കളിച്ചിട്ടാ. മാവനറിയാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടാ അറിയുന്നത്? സോറി പുള്ളേ, മാവിനല്ല, അത് തലക്കറിഞ്ഞതാ. ഉന്നം തെറ്റിയതാ. അങ്ങോട്ട് കേറി. കേട്ടിക്കോ, ഒറ്റ കല്ലില്ലേ, ഒറ്റ കല്ല് കൊല്ലു ഞാൻ. വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. പാപ്പപ്പിള്ളേ, ഹലോ. കൂൾ കൂൾ. കുട്ടികളോട് കുറച്ചുകൂടെ നയതന്ത്രപരമായിട്ടും സ്നേഹത്തോടൊക്കെ പെരുമാറിക്കൂടെ? വളർത്തു ഗുണം മിസ്റ്റേക്കല്ലേ? കാശ് കൊടുക്കും. 50 ഉറുപ്പ്യല്ലേ? ഇന്നും 50 കൊടുത്തത്. ഇക്ക മര്യാദയ്ക്ക് നിങ്ങളെ നടത്തപ്പരിപാടി നിർത്തിക്കട്ടോ. അപ്പൊ എന്റെ കൊളസ്ട്രോൾ കൂടില്ലേ? കൊളസ്ട്രോൾ കുറയാനല്ലേ ഇക്ക നടക്കുന്നത് ഈ 4 കിലോമീറ്റർ? ഡോക്ടർ പറഞ്ഞ 4 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞിക്കോ 4 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് പൊറാട്ടയും ബീഫും തിന്നിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വരാൻ? അത് ചോദിക്കാം, ഈ പ്രാവശ്യം ചെല്ലുമ്പോ ചോദിക്കാം ഓട്ടോറിക്ഷക്ക് വരാൻ പറ്റുമെന്ന്. എന്റെ പൊന്നിക്ക, നിങ്ങൾ എന്തിനാ നടക്കുന്നത്? കൊളസ്ട്രോൾ കുറയാനല്ലേ? അതേന്ന്. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്തിനാ നിങ്ങൾ പൊറാട്ടയും ബീഫും അടിച്ച് കയറ്റുന്നേന്നാ? ഈ രാവിലെ വെള്ളി കഴിഞ്ഞാൽ എനിക്ക് വിശക്കും. മാത്രമല്ല അവിടെ ചെല്ലുമ്പോ കൊടുക്കുന്ന മണോ കടറവാക്കല്. എന്നാ പിന്നെ ആ പൊറാട്ടയും ബീഫും തിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് നടന്നൂടെ? അപ്പൊ എന്റെ വയറ് കൊടുത്ത് പിടിക്കും. അതിന് വേറെ മരുന്ന് മേടിക്കണ്ടേ? പിള്ളേര് രക്ഷകന്മാര് എവിടെ പോടാ? എല്ലാരും കൂടി കളിക്കാൻ പോവാ. വെക്കേഷൻ ഒക്കെ അല്ലേ, അടിച്ച് പൊളിക്കുക. എവിടാ? അപ്പുറത്തെ പറമ്പ്. എന്തിനാണ് അങ്ങോട്ട് പോണത്? ഇവിടെ ഫുട്ബോൾ കളിക്കാൻ സ്ഥലമുണ്ട്, ഇവിടെ കളിക്കാൻ പാടില്ല. നമുക്ക് ഇവിടുന്ന് കളിക്കല്ലേ? അല്ലോ, ഇവിടെ കളിക്കാൻ പറ്റില്ല. പൊരിഞ്ഞ വെയില കരിഞ്ഞു പോവും. ഇവിടെ കളിക്കാൻ പറ്റില്ല. നിങ്ങൾ പുറത്തെങ്ങാനും പോയി കളിച്ചോ. കളി എന്ന് പറഞ്ഞാൽ വെയിലത്ത് കളിക്കണം പിള്ളേര്. ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കലക്കി തന്നാ. വെള്ളമൊക്കെ ഞാൻ കലക്കി തരാം. നിങ്ങൾ ആ തള്ളത്തോട്ട് ആ പറമ്പിലെങ്ങാനും പോയി കളിച്ചോ. വെള്ളമൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. പിള്ളേരോട് ഇവിടെ കളിച്ചോളാം. ഇവിടെ പറ്റില്ല. അങ്ങോട്ട് എങ്ങാനും പോയി കളിച്ചോ പിള്ളേരെ. ഞങ്ങൾ പോയിക്കാ. ഓ ആയിക്കോട്ടെ, ശരി. വളരെ മോശമായി പോയിട്ടാ. ഇത്തിരി കൊള്ളാത്ത കുഞ്ഞുങ്ങള് വെക്കേഷനായിട്ട് കളിക്കാനായിട്ട് ഒരു ഇച്ചിരി സ്ഥലം ചോദിച്ചിരുന്നു. നിനക്ക് എന്താ നിന്റെ പ്രശ്നം? എന്താ? എന്റെ ഇക്കായ്ക്ക് ഐറ്റളെ പറ്റി അറിഞ്ഞൂടാഞ്ഞിട്ടാ. ഇമ്പളെങ്ങാനും ഇവിടെ കളിക്കാൻ ഒരു അവസരം കൊടുക്കുന്നതിനെക്കാട്ടും നല്ല എന്താണെന്നറിയോ? ഒരു ബോംബ് വാങ്ങി ഇമ്പളെ പൊരയില് വെച്ചിട്ട് ഇമ്പക്ക് രണ്ടാക്കും ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിക്കാം. ബോംബ് പൊട്ടി ഒരൊറ്റടിക്ക് തീരുമ്പളെ വീട്. ഇതാവുമ്പോ ഐറ്റൾ ഇഞ്ചിഞ്ചായിട്ട് ഇമ്പളെ പൊര തകർത്ത് കളയും. നീ എന്തൊക്കെ പറഞ്ഞാലും വളരെ മോശമായി പോയി. എന്ത് ഇക്കായ്ക്ക് എന്താ ഇത്ര നിർബന്ധം ഓരോ ഇവിടുന്ന് കളിപ്പിക്കാഞ്ഞിട്ട്? ഞാൻ അവരുടെ ടീമിന്റെ ക്യാപ്റ്റനാണ്. ഇനി ഞാനും പറമ്പിൽ പോയി കളിക്കണ്ടേ? എന്റെ പൊന്നിക്ക, പിള്ളേരപ്പരം കളിക്കാൻ പോകാൻ പറ്റിയ പ്രായം. കളിക്കാൻ പോകണല്ലോ. ഇനി അവരെന്നെ കൂട്ടൂല എന്തായാലും. കൂട്ടണ്ട. കളിക്കാൻ പോകുന്നു. ഞാൻ ഫോർവേഡ് കളിക്കാം, നീ ഡിഫൻഡ് കളിച്ചോ. ഓളെ നമുക്ക് ഗോളിപ്പിക്കാം. അല്ല, ഞാൻ വിടുക്ക.
അതിന്റെ ആവശ്യമില്ലടോ. നാ ഇവനെ ഡിഫൻഡിപ്പിക്കാം. ഞാൻ ബോളും കൊണ്ടുപോകുമ്പല്ലേ കട്ട് ചെയ്ത് ഞാനങ്ങ് പോകും. ഏട്ടന്മാരെ ഞങ്ങളെയും കൂട്ടോ കളിക്കാന്? ആ വന്നോ. അമ്മാമ്മേ ഞങ്ങളും പോട്ടെ ഏട്ടന്മാരപ്പുറം കളിക്കാന്. കളിക്കാനൊന്നും പോണ്ട, ഇങ്ങോട്ട് കേറ്, വെയിലാണ്. ഓല് കളിക്കാനൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി. വാട അമ്മക്ക് പോവാ. വാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോർവേഡ് പോകുമ്പോ കട്ട് ചെയ്ത് ഞാൻ മിഡ് എന്നാലൊന്നും ശരിയാവില്ലടോ. ഞാൻ ഫോർവേഡ് എന്നെ കളിക്കണോ. പാട്ട് കേൾക്കുന്നേ? ഇതാ സോളിമന്റെ വീടാ. മൂപ്പത്തിക്ക് പ്രാന്താ. ഫുൾ വോളിയത്തിൽ വെച്ചിട്ട് നാട്ടുകാരെങ്ങനെ വെറുതെ അലസാക്കുക, പാട്ട് കൂട്ടുക. ഇതും കേട്ടിട്ടല്ലേ നമ്മള് വേക്കെന്ന് കളിക്കുക. വാ പോവാ. പെട്ടെന്ന് വാ. എന്താ വിചാരോക്ക്? ഇപ്പോഴും 16ന്റെ കളിയാ. മക്കളൊക്കെ പ്രസവിക്കാനായി, എന്നിട്ടും തുള്ളിക്കളിക്കുക. തുള്ളിച്ചി നമ്മളാരും അങ്ങോട്ട് ശ്രദ്ധിക്കണ്ടേ. ആടന്ന് തുള്ളിക്കോട്ടെ. എനിക്ക് ചിരിയായിരുന്നു. നിന്റെ മേത്ത് വെള്ളാവും, അവിടെ നിക്കണ്ടേ. അത് സാരല്ല. ഞാൻ പിന്നെ എന്താ അറിയോ, എനിക്കുണ്ടല്ലോ നിങ്ങളോട് പറയാൻ ഒരു സമാധാനം കിട്ടുന്നില്ല. ആ സോളിയമ്മ 24 മണിക്കൂർ വീട്ടിലെ പാട്ടും കുത്തുവാ. പിന്നെ എന്ത് പറയാ, എല്ലാ സമയവും രാവിലെ ഉണ്ടാവും, ഉച്ചക്ക് സമയം എപ്പോഴാ കിട്ടണ്ട ആ സമയത്തൊക്കെ പാട്ടും കൂത്തും. ഞാളെ മക്കൾക്ക് പരീക്ഷയായിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടിക്ക്. രാത്രി മുഴുവൻ ഒച്ചത്തിൽ പാട്ടും വെച്ചിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടായി പോയി. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പിന്നെ പിള്ളേർക്ക് വെക്കേഷൻ ആയിരിക്കാം, പരീക്ഷ ഉള്ളപ്പോഴെല്ലാം അങ്ങനെയോ. പിന്നെ എന്തെങ്കിലും പറയാമോ? ആ മോനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോൻ അമ്മയ്ക്ക് സപ്പോർട്ടാ. ഓ അമ്മയും മോനും കണക്കാല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ നിൽക്കേനും അവർക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലേന്ന്. മോൻ പറയും പോലെ അമ്മ തുള്ളു, അമ്മ പറയും പോലെ മോൻ തുള്ളു. വ്യായാമം പറഞ്ഞിട്ട് ആ പാലത്തിന്റെ മോളിൽ കൂടെ ഓടല്ലേ ചെയ്യുന്നേ രാവിലെ. അതാണ് ഈ പാട്ടും കൂത്തും അവിടുന്ന് കളിച്ചു കൂട്ടുന്നത്. പ്രാന്തൻ നായല്ലേ ഉള്ള സമയല്ലേ, പിന്നല്ലാണ്ട് അതെങ്ങാൻ പിടിച്ച് കടിച്ചിട്ടുണ്ടെങ്കിലോ. അമ്മയും മോനാ പോവാ രാവിലെ. തന്നെയല്ലേ? അമ്മയ്ക്ക് മോൻ തന്നെയാ സപ്പോർട്ട്. പെണ്ണുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 10-40 വയസ്സിന് മേലുണ്ടാവൂലേ? എന്ത് 40 ഈ പറയുന്നേ? ഓർക്ക് 10-90 വയസ്സുണ്ട്, കറുപ്പിച്ച് നടക്കുക. 90 വയസ്സുണ്ട് കറുപ്പിച്ചടക്കുക. എനിക്ക് തോന്നി കേട്ടോ പെണ്ണുങ്ങളെ കൊണ്ട്. ഏത് നേരം ബ്യൂട്ടി പാർലറിൽ പോവലല്ലേ പണി. എന്റെ അമ്മോ, ഇന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ വയസ്സായാലും ഒതുങ്ങി കൂടല്ലേ വേണ്ടേ? ഈ എക്സസൈസും വ്യായാമം ഒക്കെ ഓർക്ക് ആടിരുന്ന് കാട്ടിയാ പോരെ. എന്തിനാ നാട്ടുകാരെ കാണിക്കാൻ വരുന്നത് വെറുതെ? 16 വയസ്സുകാരി നടക്കുന്ന പോലെയാണ് നാട്ടിലിറങ്ങി നടക്കുന്നത്. ആന്ന് നമ്മളൊന്നും പറയാൻ പോകുന്നില്ലേ. പെണ്ണുങ്ങൾ ചുരിദാറൊക്കെയാൻ തോന്നല്ലേ ഇടല്? വയസ്സായാലും ഒരു സെറ്റ് മുണ്ടാക്കി കൊടുത്ത് നടന്നാ പോരെ. എല്ലാത്തിനും അമ്മയ്ക്ക് മോ സപ്പോർട്ട് അല്ലേ? തന്നെയാണ് സപ്പോർട്ട്. തെറിപ്പിക്കല്ലോ ദീപേച്ചിയെ. ഇല്ല, ഞാൻ നിന്നോട് പറയുന്ന ആടുന്ന് മാറിക്ക് നിങ്ങൾ അലക്കിയോട് ഞാൻ പോവുക. പെണ്ണുങ്ങളെ ന്യൂസ് മൊത്തം കേട്ടിട്ട് പലക്കണമല്ലോ. അച്ഛാ എന്തേ എങ്ങോട്ടാ പോന്നേ? ഞാൻ അങ്ങാടിക്ക്. ഞാൻ വരട്ടെ. എന്തിന്? ഞാനും അങ്ങാടിയൊക്കെ കാണട്ടെ. ആന്ന് ശരിയാവില്ല, എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? വെക്കേഷൻ ഇനി എന്ത് പഠിക്കാന്? വെക്കേഷനാ? വെക്കേഷൻ ആയാലും എന്താ, ഇനിയും പഠിച്ചൂടെ? ഈ ആത്തൂത്രം പഠിച്ചോ. ഡേ ഇവിടെ നോക്കട്ടോ. എന്താടാ, എന്താണ് പ്രശ്നം? അമ്മ അച്ഛൻ അങ്ങാടിക്ക് കൂട്ടുന്നില്ല. അച്ഛൻ പോണോടത്തൊക്കെ എന്നെ കൂട്ടാനാ? ഇനി ഇവിടുന്ന് എന്തിയോന്ന് കളിച്ചോ. അമ്മ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോട്ടെ. ഏടി ആ പറമ്പ് പോയിട്ടോ. എന്നിട്ട് വേണം വെയിലും കൊണ്ട് ഉണങ്ങി കരിഞ്ഞ് വരാൻ വേണ്ടിട്ട്.
ഇനി എന്തെങ്കിലും മുറിയെങ്കിലും പറ്റിയിട്ട് വേണം വേദനയാന്ന് പറഞ്ഞിരിക്കാന്. അമ്മ ഒരമണിക്കൂർ കളിച്ചാൽ മതി, ഞാൻ സൂക്ഷിച്ചു കളിച്ചോളൂ. ഒരമണിക്കൂർ ഇനി കളിക്കണ്ട. ഇവിടെ നിന്ന് TV കണ്ടടാ, എന്തെല്ലാം പരിപാടിന്റെ TV-ല്, അത് കണ്ടൂടെ? അമ്മ എനിക്ക് TV വേണ്ട, കളിച്ചാ മതി. ഇനി പറയണ കേട്ടോ, വെറുതെ ദേഷ്യം പഠിപ്പിക്കരുത്. ഇന്നാ ഒരു കാര്യം ചെയ്ത് ഈ മൊബൈൽ എടുത്തോ, ഇതില് കുറെ ഗെയിമൊക്കെ ഉണ്ടല്ലോ, ഇതെടുത്ത് കളിച്ചോ. അമ്മയ്ക്ക് മൊബൈല് വേണ്ട, എനിക്ക് കളിച്ചാ മതി. ഇതിരുന്ന് കളിച്ചടാ. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോവരുതേ. ആ ഇവരെന്താ കളിക്കുന്നേ? നിർത്തടാ അവിടുന്ന് കളി. നിങ്ങളോട് പറഞ്ഞില്ല ഇവിടുന്ന് കളിക്കരുതെന്ന്. തള്ളെന്തോ പറയുന്നത്? നിന്നെ നോക്കാൻ ഏൽപ്പിച്ച സ്ഥലല്ലേ? നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ച് വിചാരിച്ച് ഞങ്ങൾ കളിക്കണ്ടേ? തർക്കുത്തരം പറയുന്ന ഈ നോക്കാൻ ഏൽപ്പിച്ചു മര്യാദക്ക് ഇറങ്ങടാ അവിടുന്ന്. അല്ലേ ചേ, വെക്കേഷൻ ഒക്കെ അല്ലേ, ഞങ്ങൾ കുറച്ച് കളിക്കണ്ടേ? നിങ്ങൾക്ക് അപ്പുറത്തെ പറമ്പ് പോയി കളിച്ചോടാ. ആ പറമ്പല്ലേ വെറുതെ കിടക്കുന്ന അവിടെ? അപ്പുറത്തെ പറമ്പ് പോയി ഞങ്ങളിത് വെക്കുന്നൊന്നുമില്ല, കളിക്കുന്നേ ഉള്ളൂ. ഈ കൊള്ളാലോ, മൊട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴേക്ക് എനിക്ക് തർക്കുത്തരം. നിങ്ങളെന്താ വലിയ ചൂടാവൊന്നും വേണ്ട, നിങ്ങളിവിടെ തേങ്ങാക്കാൻ വന്നല്ലേ ഇപ്പൊ? ആ കക്കാനി. എന്ത് വർത്താനാടാ പറയുന്നേ? ഇത് എന്നെ നോക്കാൻ ഏൽപ്പിച്ച പറമ്പാടാ, ഇതിന്റെ സ്വന്തം പറമ്പാടാ. ഇത് നോക്കുന്ന എന്തിനാ പിന്നെ തേങ്ങ എടുക്കുന്നത്? തന്നാലോ ഞങ്ങൾ തല്ലി നമുക്ക് കാണാലോ. നിങ്ങൾ ഒറ്റക്കളി, ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട്, അടിച്ച് പെരകി കളി. അന്നൊക്കെ രാവിലെ കയറൂരി വിടുന്ന ഇതിനാലേ അനക്കല്ലടാ എന്റെ തൊന്ത കട എന്താ പ്രശ്നം? എന്താ ഈ ചെക്കന്റെ ഒക്കെ വായലാവ് നോക്കിട്ടോ. അതിനെന്താ പ്രശ്നം? എന്താ അത് പറ. ഞാൻ ഐറ്റിങ്ങളോട് ഈ പറമ്പ് കളിക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരി, ഓല പറമ്പ് കളിച്ചോട്ടെ. ഓലിക്കിപ്പോ പഞ്ചായത്ത് വേറെ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഓല കളിച്ചോട്ടെ. നോക്കാൻ ഏൽപ്പിച്ച പറമ്പാ. എന്നെ നോക്കാനോ ദാമോട്ടനോ? വേണ്ടാണ്ട് പോടുവണ്ണേ. ഇവിടുത്തെ തെങ്ങുമലൊക്കെ ഞാനാ കയറല്. നിങ്ങൾ തെങ്ങുമ്പോ കയറേണ്ട വിചാരിച്ചിട്ട് കാലങ്ങളായിട്ട് ഈ പറമ്പൊക്കെ നോക്കി നടത്തുന്ന ഈ തേങ്ങൊക്കെ ഞാൻ നിർത്തുണ്ടെന്നാ അതൊക്കെ അപ്പുറത്തെ പറമ്പ്. ആണൊക്കെ കണ്ട പറമ്പ് കയറില്ല പണി. എന്നിട്ട് ഇവിടെ കയറിട്ട് കുട്ടികൾ കളിക്കഞ്ഞി നീ ചിലക്കാൻ ഇറങ്ങി പോയി പറമ്പ് നിൽക്കേ. ദാമോരേട്ടൻ പറയാതെ ഈ പറമ്പ് ഞാൻ പോകും. അച്ഛ പെരടിയാ തിരിച്ചാളി. ഇറങ്ങ്, തേങ്ങ എടുത്ത് വേഗം ഇറങ്ങ്. ഇറങ്ങേ നിങ്ങക്ക് തരാട്ടോ ഞാൻ. പോയിട്. പഠിപ്പിക്കാൻ വന്നിക്ക. ആരെ വിളി? കളിക്കടാ, കളിക്കേ. മോനെ ഡാ വാ, ഭക്ഷണം കഴിക്കാൻ വാ. വൈശാഖേ, ഈ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? എന്നോടല്ലേ ഭക്ഷണം കഴിക്കാൻ പറയുന്നേ? ഞാൻ കഴിച്ചോളച്ചാ. എന്താ കഴിച്ചോളാന്ന്? 24 മണിക്കൂർ ഇതിന്റെ മോളിങ്ങനെ കുത്തി കളിച്ചോ. വന്ന് ഭക്ഷണം കഴിക്കടാ. എന്റെ മൊബൈൽ എടുക്ക്. എന്താ മൊബൈല്? മഴയാക്കുന്ന ഭക്ഷണം കഴി. ഞാൻ കളി പകുതിയിലെ വെച്ചെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ആക്കണം. നിന്നോടാ പറഞ്ഞേ ഇവിടെ ഇരുന്ന 24 മണിക്കൂർ മൊബൈൽ കുത്തി കളിക്കുക. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാ പറഞ്ഞേ. എനിക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ മൊബൈൽ മതി. മൊബൈൽ എനിക്ക് തരുന്ന പ്രശ്നമില്ല. ഈ മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കി. ഈ മൊബൈൽ കുറെ നേരം ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് ഭക്ഷണം വേണ്ട, മൊബൈൽ മതി. ഭക്ഷണം കഴിക്കടാ ഇരുന്നിട്ട്. എനിക്ക് വേണ്ട പറഞ്ഞില്ലേ? വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ വെക്കേഷൻ തുടങ്ങി 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 കമ്പും ചാരി 5 മടൽ ഓലയും ചാരി വെച്ചൊരു കച്ചവടം അങ്ങ് തുടങ്ങും. എത്രയാ മുട്ടായി, ഇഞ്ചി മുട്ടായി, തേമുട്ടായി, പല്ലിലൊട്ടി, ജോഗര,
ഇതൊക്കെ കൂടെ വെച്ച് കച്ചവടം അങ്ങ് പൊട്ടിക്കും. ഭക്ഷണം കഴിക്കാൻ പോലും വീട്ടിൽ പോകില്ല കേട്ടോ. അമ്മ ഉച്ചക്കൊരു വിളിയാ, അല്ല ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേന്ന്. ഇല്ല, വന്നു കഴിഞ്ഞാൽ കച്ചവടം കൂടെ പോയി പോകുന്നു. എടാ ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ക്ലബ്ബ് ഉണ്ടാവും, പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഉച്ചക്ക് ചോറിനാനായിട്ട് 1 മണിക്കൂറാണ് കിട്ടണത്. നമ്മളെന്താ ചെയ്യണത്? നമ്മൾ ഓടി വീട്ടിൽ ചെന്നിട്ട് നമുക്കുള്ള ഉച്ചക്കത്തെ ചോറുണ്ട്. ചോറുണ്ടതിന് ശേഷം നമ്മൾ അരമണിക്കൂർ കളിയും കൂടി കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോണത്. അത്രയും ടൈം നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കുണ്ടല്ല, ചോറ് 10 മണിക്കുള്ള കൊടുത്തു വിടുന്നു. ഉച്ചക്കത്തെ ചോറിന് മുട്ടയും പറഞ്ഞ ചോറിന്റെ ഉള്ളിൽ അത് കുത്തിക്കയറ്റി കൊടുക്കണം. ഒടുക്കത്തെ തീറ്റ കൊടുക്കല് വല്ല ഗുണം? സമയമില്ല അവർക്ക്. അവർക്ക് ഭയങ്കര തിരക്കല്ലേ. 7ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള നീ 7ാം ക്ലാസ്സിലാ? 6. ഒന്ന് പോയടാ അവിടുന്ന്. 5 അതിൽ ഇനി താത്താൻ പറ്റൂല. അങ്ങനെ വഴിക്കുവാ. ചൂട്. മോനെ വൈശാഖേ, ഈ കുട്ടി നേടെ പോയി? വൈശാഖേ, എടി വൈശാഖിനെ കാണില്ലടി. ഓൻ ഇവിടെ എവിടെയും കളിക്കുന്നുണ്ടാവും. ഓന് ഇവിടുന്ന് എങ്ങോട്ടും പോവലില്ല. കുട്ടികളെ കൂടെ ഗ്രൗണ്ടിലെറ്റ ഉണ്ടാവും. ഇല്ലടി, ഇവിടുന്ന് പുറത്തേക്ക് വിടയില്ല ഞാൻ ഓനെ. കത്തെറ്റാനും എഴുതി വെച്ചിക്കോ. കത്ത് എഴുതാനേ ഈ 4 പഠിക്കുന്ന കുട്ടിയോ? ആ അത് ശരിയാ. ആ ആടക്ക് ഞാനൊന്ന് കണ്ടേട്ടനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, എന്താ രമ്യേ പറ. ആ കണ്ടേട്ടാ, നമ്മളെ ഷാജേട്ടന്റെ മോനില്ലേ വൈശാഖ്, ഓനെ കാണാനില്ല. ചെക്കനെ കാണാനില്ലേ? എവിടെ പോയി? ഏടെ പോയിന്നല്ലേ നിങ്ങളോട് ചോദിച്ചേ. നിങ്ങള് പോന്നയക്കട്ടെ കണ്ടീനോ? ഞാൻ രാവിലെ കഴിഞ്ഞാന്ന് പോരെന്ന്. എനിക്കിവിടെ ഇപ്പൊ പറമ്പിലെ നാരായണന്റെ വീട്ടിൽ കയറാണ്ട് തെങ്ങുമലേ. ഞാൻ കണ്ടിക്കില്ല ചെക്കനാ. നിങ്ങൾ ആ തെങ്ങുമ്മ കയറുന്നേരം ആടെ ഉണ്ടോ നോക്ക്. ഞാൻ നോക്കാം. പിന്നെ നാരായണന്റെ വീട്ടിലെ തെങ്ങുമ്മ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വരുമ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ഒന്ന് നോക്കാം. ബേജാറാണ് കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വൈക്കൊന്നും കണ്ടിട്ടില്ല. നിങ്ങള് ഒന്ന് അന്വേഷിക്കേ. പിന്നെ കിണറ്റിലോ കുളത്തിലോ നോക്കി. അല്ല കുളത്തേല് അതിന്റെ അമ്മ കേക്കൊന്നും പറയണ്ട കേട്ടോ. അല്ല ഞാൻ പറയാട്ടോ. എന്നാ ശരി. ഏച്ചി വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് നോക്കാം. വാ പോവാം. എന്റെ മോന് ഞാനൊന്ന് സൈനുത്താനെ വിളിക്കട്ടെ. ഹലോ സൈനുത്താ, കളിക്കാൻ പോകുമ്പോ പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന് ഇവര് കളിക്കാനൊന്നും വിടൂല. ഇവിടെ എവിടെയെങ്ങാനും ഉണ്ടാവും. ഇവിടെ വൈശാഖിനെ കണ്ടിന്യോ? ഇല്ലല്ലോ. ഓ ഞാൻ ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ചേ. ആ എവിടെ പോയി കിടക്കുക ചെക്കൻ നമുക്കറിയാം. കണ്ടേട്ടനല്ലേ വരുന്നത്? എന്താ കണ്ടോ? ഇല്ല നീ എവിടെ പോയി കിടക്കുന്ന ചെക്കൻ? എന്നാല് നാണുവിന്റെ വീടിന്റെ അടുത്ത് നോക്കിനോ? ആടെയൊക്കെ പോയി നോക്കി. പോലീസ് സ്റ്റേഷനിലോ പരാതി? അല്ലടോ, അതെ നമുക്ക് ഇവിടെ ഒന്ന് ചോദിച്ചാലോ വൈശാഖ് ഉണ്ടോന്ന്? സദാസമയം അടച്ചും പൂട്ടി പാട്ടും കെട്ടുത്തിരിക്കുന്ന ഇയമ്മേന്റെ പറയലോ. അല്ല എന്നാലും ചോദിക്കുന്നുണ്ട്, പറഞ്ഞ നഷ്ടമൊന്നുമില്ലല്ലോ. സ്വന്തം പോയാൽ കുടത്തിലും തപ്പണം. കമോൺ വാ 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 ചോദിക്കാം. പാട്ടിന്റെ കേക്കോ? സോളിയമ്മേ, സോളിയമ്മേ. എന്താ? അതെ നമ്മുടെ ഷാജിന്റെ മോനില്ലേ വൈശാഖ്, ഓനെ കുറച്ചേരായിട്ട് കാണുന്നില്ല. ഓൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നറിയാ. എന്നാലും സോളിയമ്മ പുറത്തെങ്ങാൻ ഇറങ്ങിയപ്പോ ഓനെ കണ്ടിനേനോ? ഷാജിന്റെ മോനെ മാത്രമേ കാണാത്തുള്ളൂ. അല്ല കേറി വാ. ചെരുപ്പൊക്കെ അടി വെച്ചിട്ട് വാ. വിജയ് കേറി വാ. ഇങ്ങോട്ട് വാ നോക്ക്. പാട്ട് നിർത്തടോ. ഇനി ഇവിടെ വൈശാഖേ, ഞാനാകെ പേടിച്ചു പോയി. ഇങ്ങളുണ്ടേനോ ഇവിടെ? അതെ ജബ്ബാറ്, ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാനാകെ പേടിച്ചു പോയിന്നാ. നിങ്ങളൊക്കെ പേടിക്കണം. നിങ്ങളെപ്പോലത്തെ അച്ഛനമ്മമാര് പേടിച്ച് വിറച്ച് അപ്പിട്ട് പോണം. നിങ്ങൾ എന്താ പിള്ളേരോട് കാണിക്കണത്? നിങ്ങൾ പിള്ളേർ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവരോട് സംസാരിക്കാറുണ്ടോ? ചിരിക്കാറുണ്ടോ? വർത്താനം പറയാറുണ്ടോ? മക്കളെ നമ്മൾ കൂട്ടുകാരെ പോലെ കാണണം. ആ കൂട്ടുകാരെ പോലെ കണ്ടു കഴിഞ്ഞിട്ട് ഇതുപോലെ വീട്ടിൽ പാട്ടും വെച്ച് അവരോട് കുറച്ചു നേരം കളിക്കുകയും ചിരിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാണ്ടല്ല ഇതുപോലെ മക്കൾ എന്നെ അന്വേഷിച്ച് വരില്ല. ഡോക്ടറും വക്കീലും എഞ്ചിനീയറാക്കാൻ നടക്കണ്. പണ്ടും മണ്ണി കളിച്ചിട്ടും ചൊറി വന്നും പാടത്തും പറമ്പിലൊക്കെ കളിച്ചവരൊക്കെ ഡോക്ടറും വക്കീലും എഞ്ചിനീയറും ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് മോൾഡ് ചെയ്ത് എടുക്കൊന്നും വേണ്ട. മക്കളെ കൂട്ടുകാരെ പോലെ കണ്ട് അവരുടെ കൂടെ എല്ലാ ദിവസവും കുറച്ച് സമയം ചെലവഴിക്കുക. അല്ലെങ്കിലേ മക്കള് നല്ല സ്നേഹത്തിനടുത്തും നല്ല നല്ല കൂട്ടുകെട്ട് തേടി അവര് പോവും. അവധിക്കാലേ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല, അമ്മമാർക്ക് കൂടി ഉള്ളതാ. പാട്ടിട്ടാ കളിച്ചോളിയും പെണ്ണുങ്ങളെ.
കൊള്ളാലോ, കളിച്ചോ.